ഹലോ. അപ്പോൾ നമ്മൾ എടപ്പള്ളിയിലുള്ള ദിലീപിൻ്റെ തേപ്പുട്ടിലാണ് വന്നിരിക്കുന്നത്. വണ്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഒരുവിധം കൊച്ചിയിലെത്തി. ഒരുവിധമല്ല, വണ്ടിക്ക് പിന്നെ സെറ്റാക്കി നമ്മൾ കൊച്ചിയിലോട്ട് വന്നു. അപ്പം തേപ്പുട്ടിലാണ് കയറാമെന്ന് ചോദിച്ചത്. എനിക്ക് പുട്ടൊട്ടും ഇഷ്ടമല്ല. ഇവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് തേപ്പുട്ടിൽ വരുന്നത്. ഇവിടുത്തെ ടുഡേ സ്പെഷ്യലൊക്കെ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ പുട്ട് മാത്രമല്ല വേറെ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ദിലീപിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പുട്ട് കൊണ്ടാണ് ഈ ട്രെയിൻ ഉണ്ടാക്കിയത്. കണ്ടില്ലേ, കുറേ പുട്ടാണ് ഇങ്ങനെ അടുക്കിയിരിക്കുന്നത്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, എല്ലാ പുട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമുക്കിങ്ങനെ കട്ടൻ ചായ തന്നിട്ടുണ്ട്. മിൻറ്റ് ടീ എന്തോ ആണ്. പിന്നെ ഞാൻ പണ്ട് ഒരു ഐസ്ക്രീം, പിന്നെ ഫ്രൂട്ട് സാലഡ്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു ഭയങ്കര വിശപ്പൊന്നും ആയിട്ടില്ല. സോ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഹേമന്ത് മാത്രം പഴംപൊരിയും ബീഫ് കറിയാണ് കഴിച്ചത്. ഞങ്ങളെല്ലാം ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഐസ്ക്രീം ടൈപ്പ് സാധനങ്ങളാണ് കഴിച്ചത്. ഐസ്ക്രീം പുട്ടും ഉണ്ട്, അതൊന്നും നമ്മൾ പിന്നെ ട്രൈ ചെയ്തില്ല. ഇനിയിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമും ഫ്രൂട്ട്സ് ചേർന്നിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ ആർക്കും കൊടുക്കാതെ പെട്ടെന്നെല്ലാം വെട്ടി വിഴുങ്ങുകയായിരുന്നു. അതൊരു പാചകം ഒരു കലയല്ല കമലേ എന്ന് പറയുന്നത് പോലെ ഈ ഐസ്ക്രീം തീറ്റ എനിക്കൊരു ഭയങ്കര ഫേവറേറ്റുള്ള സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർത്തു. പിന്നെ അവിടെ ഇങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും ദിലീപിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. നമ്മുടെ താമരാക്ഷൻ പിള്ള ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. നല്ല ഫുള്ള് ഇവിടുത്തെ പുട്ടിൻ്റെ പേരെല്ലാം ദിലീപിൻ്റെ പല പല ഫിലിംസിൻ്റെ ഇതൊക്കെ ചേർത്തിട്ടാണുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്.